ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കർയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി അവസാന ഞായറാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സമർപ്പണത്തിൻ്റെ സുഗന്ധത്തെക്കുറിച്ചാണ്. ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനായ ലാസറിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറിയം ഈശോയുടെ അടുക്കിലേക്ക് വരികയും വളരെ വിലയേറിയ ഒരു സുഗന്ധ തൈലം ഈശോയുടെ പാദങ്ങളിൽ പൂശുകയും ചെയ്യുകയാണ്. അതിൻ്റെ വിലയായി യൂദാസ് പറയുന്നത് 300 ദനാറ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തെ കൂലിയായിരുന്നു 1 ദനാറ. ഒരു ടെക്നീഷ്യന്, ഒരു ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കൂലിയായിരുന്നു 1 ദനാറ. ഇന്നത്തെ കണക്കിൽ ഒരു ഇലക്ട്രീഷ്യന് എത്രയാണ് കൂലി? ഒരു മേസ്ത്രിക്ക് എത്രയാണ് കൂലി? 1000 രൂപ മിനിമം കൊടുക്കണം. അപ്പോൾ ആ ഒരു കണക്കിൽ 300 ദനാറ എന്ന് പറയുമ്പോൾ 300 ദിവസത്തെ കൂലിയാണ്. 300 × 1000 ഒന്ന് കണക്കിട്ടെ. അതായത് 3 ലക്ഷം രൂപയുടെ സ്പ്രേ ആണ് അടിച്ചതെന്നാണ്. അത് ഒറ്റയടിക്ക് അടിച്ചു തീർക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പോൾ 3 ലക്ഷം രൂപയുടെ സുഗന്ധ തൈലം ഒറ്റ ദിവസം ഈശോയുടെ കാലിൽ പൂശുന്നത് കണ്ടാൽ നമ്മളാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് യൂദാസിന് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഇത്രയും വലിയ അതൊരു വലിയൊരു സമ്പാദ്യമാണ്. 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു സമ്പാദ്യമാണ്. ഈ സമ്പാദ്യം ഈശോയുടെ മുൻപിൽ എനിക്ക് അത് ഒന്നുമല്ല എന്ന് ഉള്ള ഒരു പ്രഖ്യാപനമാണ്. അവളുടെ ഒരു വിവാഹത്തിന് വേണ്ടി അത്രയും പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം മുഴുവനും ഉടച്ച്, ഇനി അതൊന്നും ബാക്കി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇത്തിരി തേച്ച്, നമ്മളാണെങ്കിൽ ഇങ്ങനെ കമത്തിയിട്ട് ഒന്ന് തേച്ചിട്ട് തൊട്ടിട്ട് പൊയ്ക്കോളാൻ പറയുന്ന ആളുകളാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവൾ പൊട്ടിക്കുകയാണ്. ഇനിയൊന്നും ബാക്കി വെക്കാനില്ല. ഇത് മുഴുവനും അവൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നത് ഒരു ജീവിത സമർപ്പണത്തിൻ്റെ, ജീവിതത്തിൻ്റെ മൺകുടമുടച്ച് അവൻ്റെ കാലിൽ സമർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ഇനി ഞാൻ അവനുള്ളതാണ്, എൻ്റെ സുഗന്ധം മുഴുവൻ അവനാണ്, എൻ്റെ സൗഭാഗ്യം മുഴുവൻ അവനാണ്, എൻ്റെ സൗഭാഗ്യം മുഴുവൻ അവനാണ്, അവനാണ് എൻ്റെ മണവാളൻ എന്നൊരു മനോഭാവത്തിൽ അവൾ അത് മുഴുവൻ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ ആ സുഗന്ധം ആ ഭവനം മുഴുവൻ നിറഞ്ഞു. ആ ഭവനം മുഴുവനുമല്ല, ആ പരിസരം മുഴുവനും നിറയത്തക്ക വിധത്തിൽ അതിന് വലിയ ആ അഭിഷേകത്തിന്, സമർപ്പണത്തിന്, ആ സുഗന്ധത്തിന് ആ ദേശം മുഴുവൻ നിറയാൻ പറ്റിയെന്നതുപോലെ നമ്മുടെ സമർപ്പണം, നമ്മുടെ ഭവനം മുഴുവൻ സുഗന്ധം നിറയ്ക്കുന്ന ഒരു സമർപ്പണമാണോ എന്നാണ് ചോദ്യം. നമ്മൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ചുറ്റുപാടും സുഗന്ധം പരത്തുന്നുണ്ടോ? നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്യുമ്പോൾ പരത്തുന്നത് സുഗന്ധമാണോ? യൂദാസ് അവിടെ ഇരുന്ന് പരത്തിയത്, ഈശോയുടെ കൂടെ ഇരുന്നപ്പോൾ പോലും യൂദാസ് പരത്തിയത് എന്താണ്? ഒരു ദുർഗന്ധമാണ്. ഞാൻ എന്താണ് എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ നിലപാടുകളിലൂടെ, എൻ്റെ ഭവനത്തിൽ ഞാൻ എന്താണ് പരത്തുന്നത്? എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഞാൻ എന്താണ് പരത്തുന്നത്? സുഗന്ധമാണോ ദുർഗന്ധമാണോ? ഞാൻ സുഗന്ധം പരത്തിയാൽ എന്നിലൂടെ അനേകർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും. നേരെ മറിച്ച് ഞാൻ ദുർഗന്ധം പരത്തിയാൽ ഞാൻ മൂലം പലരും സഭയിൽ നിന്ന്, ദൈവരാജ്യ ശുശ്രൂഷകളിൽ നിന്ന് അകന്നു പോകും. ഞാൻ അപരനെ അടുപ്പിക്കുന്ന സുഗന്ധമാണോ അകറ്റുന്ന ദുർഗന്ധമാണോ? പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണത്തിൽ ഒത്തിരിയേറെ ത്യാഗങ്ങളുണ്ട്. സുഗന്ധമായി തീരാൻ ത്യാഗമുണ്ട്. സ്വയം ഉടച്ച് സമർപ്പിച്ചാലേ, സ്വയം ഉടക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണ്, വേണ്ട എന്ന് വെക്കുന്ന, അതിൽ ഒത്തിരി വേദനയുണ്ട്, കണ്ണീരുണ്ട്, സഹനമുണ്ട്. നമ്മൾ വേദനയൊന്നും എടുക്കാൻ, എനിക്ക് വേദനയൊന്നും എടുക്കാൻ പറ്റില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഉടച്ചു വാർക്കലിൽ, ഈ ഉടയ്ക്കലിൽ കുറവ് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സുഗന്ധമാകാനും സുഗന്ധം പരത്താനും, കർത്താവിൻ്റെ പാദത്തിൽ സുഗന്ധം ഒഴിക്കാനും, എന്നിട്ട് ആ തലമുടി കൊണ്ട് അത് തുടയ്ക്കാനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ തലമുടി കൊണ്ട്, അതിലും നല്ല സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ, നല്ല തുണി മേടിച്ച് തുടച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയാവും. എന്തുകൊണ്ടാണ് ഈ തലമുടി കൊണ്ട് തുടച്ചു എന്നതിന് ഒരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ തലമുടി നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്, അല്ലേ? നമ്മൾ വേറെ എന്ത് വിട്ടുകൊടുക്കും? തലമുടി വിട്ടുകൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അച്ഛൻ കണ്ടിട്ടുണ്ട് ഒറീസയിലൊക്കെ പോകുമ്പോൾ പാവങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒറീസയിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഈ തലമുടി കൊണ്ട് ഈ കൃത്യമായിട്ട് ഈ തലമുടി കൊണ്ട് ചിലപ്പോൾ ചില സഹോദരിമാർ നമുക്ക് കണ്ണുനീര് വരുന്ന രീതിയിൽ അവർ തലമുടി അഴിച്ച് തലമുടി കൊണ്ട് കാല് തുടക്കുന്ന ആ ഒരു രീതി, പ്രിയപ്പെട്ടവരെ, അത് വലിയ ഒരു എളിമയുടെ സ്വയം ആത്മത്യാഗത്തിൻ്റെ, എത്രമാത്രം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എന്നെ തന്നെ എളിമപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ ഈ മറിയത്തിൻ്റെ ആ വലിയ സമർപ്പണത്തെ നമുക്ക് ധ്യാനിക്കുകയും അതുപോലെ താഴ്മയുള്ളവരായി തീരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം താഴ്ന്നു കൊടുക്കുന്നതിനും സ്വയം സമ്പൂർണമായി സമർപ്പിക്കുന്നതിനും അങ്ങനെ നമ്മുടെ സമർപ്പണം സുഗന്ധമുള്ള സമർപ്പണമായി മാറുന്നതിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ സമർപ്പണം സുഗന്ധമുള്ള സമർപ്പണമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ത്യാഗത്തിൽ നിന്നും താഴ്മയിൽ നിന്നുമുള്ള സമ്പൂർണമായ സമർപ്പണമായതുകൊണ്ടാണ് അത് സുഗന്ധം പടർത്തിയത്. നമ്മുടെ സമർപ്പണം നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ ചിലപ്പോൾ സുഗന്ധം പരത്തുന്നതിന് പകരം നമ്മൾ ദുർഗന്ധം പരത്തുകയും സന്തോഷം കൊണ്ടുവരുന്നതിന് പകരം വേദന കൊണ്ടുവരികയും കൊടുക്കുകയും ചെയ്തിട്ടുള്ള സമയങ്ങളെ നമുക്ക് ഓർക്കുകയും അതിനെക്കുറിച്ച് അനുതപിക്കുകയും ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ വേദനിപ്പിച്ചത് നമ്മുടെ ജീവിത പങ്കാളിയെ ആയിരിക്കാം, വേദനിപ്പിച്ചത് മാതാപിതാക്കളെ ആയിരിക്കാം, വേദനിപ്പിച്ചത് മക്കളെ ആയിരിക്കാം, വേദനിപ്പിച്ചത് സ്വന്തം സഹോദരങ്ങളെ ആയിരിക്കാം, വേദനിപ്പിച്ചത് സുഹൃത്തുക്കളെ ആയിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവർ കോവർക്കേഴ്സിനെ ആയിരിക്കാം. നമുക്കതിനെല്ലാം ഓർത്ത് അനുതപിച്ച്, കർത്താവേ, എൻ്റെ ജീവിത സമർപ്പണം വിലയുള്ള അങ്ങയുടെ തിരുസന്നിധിയിൽ വിലയുള്ളതും മറ്റുള്ളവരെ അങ്ങയിലേക്ക് ആകർഷിക്കുന്നതുമായ ഒരു സമർപ്പണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അധരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുമ്പോൾ എത്രമാത്രം നീ കർത്താവിന് നന്ദി പറയുമോ അത്രമാത്രം ദൈവം നിന്നിലേക്ക് കൂടുതലായി അനുഗ്രഹങ്ങൾ വർഷിക്കും എന്ന് ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, കർത്താവ് ഇന്ന് തന്ന പ്രചോദനങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ബന്ധനങ്ങൾ അഴിയട്ടെ, ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ നിയോഗങ്ങൾ 7 നിയോഗങ്ങൾ, വ്യക്തിപരമായ 7 നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ നിയോഗങ്ങൾ നമുക്കിപ്പോൾ വലിയ പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ
സമർപ്പിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; നിങ്ങൾ അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. സന്താന സൗഭാഗ്യമില്ലാത്ത, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും, പരീക്ഷകൾ എഴുതി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതിയ മക്കളുടെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യുവതി യുവാക്കളെ, ജോലി അന്വേഷിക്കുന്നവരെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയവരെ, പരസ്പരം അകന്നു കഴിയുന്ന ദമ്പതികളെ, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെ, രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെ, യാത്ര ചെയ്യുന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുത്തിപ്പുറത്ത് ഇപ്പോൾ 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ നടക്കുന്ന രോഗസൗഖ്യാരാധനയെ പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് കൽപ്പിച്ചവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. നല്ല ഒരു ഹോളി വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.